ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിൽ, പ്രിയദർശിനിയുടെ നാമധേയത്തിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ വലിയൊരു വാഗ്ദാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നടത്തിപ്പ് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചരിത്ര നിമിഷമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയാകമാനം, ലോകത്താകമാനം, അന്തർദേശീയ മേഖലകളിലൊക്കെ ഇത് വലിയ ചർച്ചയാകാൻ പോകുന്നു. സമൂഹത്തിലെ കണക്കുകൾ എടുക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതലുള്ള സ്ത്രീകൾക്ക് അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ, അവരുടെ അവശതകൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ ജീവിത ചെലവുകൾ, അവർ വഹിക്കുന്ന ഒരിക്കലും സമാനതകളില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ, ഓരോ വീടുകളിലും ഓരോ സ്ത്രീയും, അത് ഭാര്യയാകട്ടെ, സഹോദരിയാകട്ടെ, അമ്മയാകട്ടെ, പെൺകുട്ടികളാകട്ടെ, അവർ നടത്തുന്ന ജോലി, അവർ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളമാണെന്ന് പുരുഷന്മാർക്ക് പോലും അങ്ങനെ ആലോചിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ നമ്മളെല്ലാ കാര്യത്തിലും നമ്മുടെ വനിതകളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളെല്ലാം മാറി. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയുടെ ഗ്രാമസ്വരാജ് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് പഞ്ചായത്ത് മേഖല തൊട്ട് പാർലമെൻറ്റ് വരെ അംഗീകാരം കൊടുക്കുന്നതിനും ജനപ്രതിനിധികളാകുന്നതിനും വേണ്ടിയുള്ള അവസരം കൊടുത്തെങ്കിൽ അതിനുശേഷം അവരുടെ ഓരോ മേഖലകളിലുമുള്ള കർമ്മശേഷി പ്രയോജനപ്പെടുത്താൻ കേരളത്തിൽ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനം തുടങ്ങിയത് കോൺഗ്രസ്സാണ്, അംഗനവാടി പ്രസ്ഥാനം തുടങ്ങിയത് ഇന്ദിരാഗാന്ധിയാണ്, രാജീവ് ഗാന്ധിയാണ് സമഗ്ര ആരോഗ്യ മിഷൻ ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. രാജ്യത്ത് സാങ്കേതിക മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് കോടാനുകോടി സ്ത്രീകൾക്ക് അവസരം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്.